ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ, മെയ് മാസം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് നമുക്കേവർക്കും നൽകുന്നത്. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകം മാധ്യസ്ഥ്യം തേടി ഒരു മാസം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവരാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ മറിയത്തെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതുപോലെ മറിയത്തെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സ്വീകരിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് പരിശുദ്ധ മറിയത്തോടൊപ്പം ദൈവകുമാരനെ നമുക്ക് സ്വന്തമാക്കാം, ദൈവരാജ്യത്തിന് അവകാശികളാകാം. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമുക്കെന്നും തേടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മെയ് മാസ വണക്കം 2-ാം തീയതി. ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകവിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകയെ, ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് അർഹരായി തീരാനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് തരുവിക്കണമേ. ഞങ്ങളുടെ ലോകജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്. അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. നന്മ നിറഞ്ഞ അമ്മേ, നിന്റെ ശക്തിയാൽ സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുന്നത് വരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃത ജപം. ദൈവമാതാവേ, കന്യകാമറിയമേ, ഞങ്ങൾക്കും നീ മാതാവാകണമേ.